ദേശീയ തൊഴിലുറപ്പ് പദ്ധതിക്ക് പകരമായി കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്ന VBG-Ramji ബില്ലിൽ ലോക്സഭയിൽ ഇന്നത്തെ ചർച്ച 12 മണി വരെ നീട്ടി. ചർച്ചയ്ക്ക് തുടക്കമിട്ട കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ ഗാന്ധിജിയുടെ സ്വപ്നം സാക്ഷാത്കരിക്കാനുള്ള പദ്ധതി എന്നാണ് ബില്ലിനെ വിശേഷിപ്പിച്ചത്. ബില്ലിന്മേൽ നാളെ സഭയിൽ വോട്ടെടുപ്പ് ഉണ്ടായേക്കും. ബൽറാം നെടുങ്ങാടി വിവരങ്ങൾ നൽകും. ഡൽഹിയിൽ നിന്ന് ബൽറാം, ഇന്ന് രാത്രി തന്നെ പാസ്സാക്കാൻ പറ്റുമോ എന്നൊരു നീക്കമാണോ ഈ ചർച്ച 10 മണിയിൽ നിന്ന് 12ലേക്ക് നീട്ടുന്നത് കൊണ്ട് കേന്ദ്രം പരിശോധിക്കുന്നത്? വിജയകുമാർ, ഈ ബില്ലിന്റെ ചർച്ച എന്തായാലും ഇന്ന് പൂർത്തിയാകില്ല എന്ന് തന്നെയാണ് നിലവിലെ സാഹചര്യത്തിൽ വ്യക്തമാകുന്നത്. കാരണം 10 മണിക്കൂർ ചർച്ചയാണ് ഈ ബില്ലിന് അനുവദിച്ചിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ അത് ഇന്ന് 6 മണിക്കൂർ ചർച്ച 4 മണിക്കൂർ ചർച്ച 10 മണി വരെ പൂർത്തിയാക്കി മറ്റ് 6 മണിക്കൂർ നാളെ ചർച്ച നടത്താനായിരുന്നു തീരുമാനിച്ചത്. എന്തായാലും 10 മണിയായതോടെ വീണ്ടും 2 മണിക്കൂർ കൂടി ചർച്ച നീട്ടാം എന്ന ഒരു തീരുമാനത്തിലേക്ക് എത്തുകയായിരുന്നു. എന്നാൽ കോൺഗ്രസ് നിരയിലെ പ്രധാന നേതാക്കൾ ഇപ്പോൾ സഭയിൽ ഇല്ല. അതുകൊണ്ട് തന്നെ ചർച്ച അടുത്ത ദിവസവും തുടരും എന്ന് ഉറപ്പാണ്. ഈ ഭരണപക്ഷത്തു നിന്നുള്ള പ്രധാന നേതാക്കൾ പലരും സഭയിലില്ലാത്ത സാഹചര്യവുമുണ്ട്. ഈ ചർച്ചയിൽ പ്രധാനമായും പ്രതിപക്ഷാംഗങ്ങൾ കടുത്ത വിമർശനം ഉന്നയിക്കുന്നുണ്ട്. അത് പേരുമാറ്റം തന്നെയാണ് പ്രധാന വിമർശനം. മഹാത്മാഗാന്ധിയെ അവഹേളിച്ചു എന്ന ആരോപണം ഉയരുന്നു. ഒപ്പം ഈ ബില്ലിലെ വ്യവസ്ഥകൾ സംബന്ധിച്ചും വിമർശനം ഉയരുന്നുണ്ട്. തൊഴിൽ ദിനങ്ങൾ, ഒപ്പം തന്നെ സംസ്ഥാനങ്ങൾക്ക് ഉണ്ടാകുന്ന ബാധ്യത ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പ്രതിപക്ഷാംഗങ്ങൾ ഉയർത്തിക്കാണിക്കുകയും ബില്ല് സെലക്ട് കമ്മിറ്റിക്ക് വിടണം, അല്ലെങ്കിൽ സംയുക്ത പാർലമെന്ററി സമിതിക്ക് വിടണം എന്ന ആവശ്യമാണ് പ്രതിപക്ഷ നിരയിൽ നിന്നും ഉയരുന്നത്. ഇത്തരത്തിൽ ഒരു ധാരണ നിലവിൽ തന്നെ സർക്കാരിനുണ്ട് എന്ന ചില റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ട്. കാരണം ഈ ബില്ലിലെ വ്യവസ്ഥകൾ 40% ഈ വേതനം അത് സംസ്ഥാനങ്ങളുടെ ബാധ്യതയാകുന്നതിനോട് NDA ഭരിക്കുന്ന സർക്കാരുകൾ എതിർപ്പ് അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്നും അതുകൊണ്ട് തന്നെ ഇത് JPC പരിശോധിച്ച് ഈ ബില്ല് വീണ്ടും പരിഷ്കരിച്ച നിലയിൽ വീണ്ടും അവതരിപ്പിക്കാം എന്നൊരു ധാരണയിലേക്ക് എത്തിയതായാണ് റിപ്പോർട്ട്. എന്തായാലും ഇന്ന് 12 മണി വരെ ചർച്ച പൂർത്തിയാക്കിയ ശേഷം നാളെയും ചർച്ച തുടരും. അതിന്റെ ഈ അവതരിപ്പിക്കും മുമ്പ് തന്നെ പ്രതിഷേധങ്ങൾ ഉയർന്ന ഈ ബില്ലിനെതിരെ ഇന്നും പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു. രാജ്യവ്യാപകമായി കോൺഗ്രസിന്റെ പ്രതിഷേധം ഇന്ന്. ശരി ബൽറാം, എന്തായാലും നാളെ ഈ ബില്ല് നേരിട്ട് പാസ്സാക്കാൻ സർക്കാർ ശ്രമിക്കുമോ? വോട്ടെടുപ്പിലേക്ക് പോകുമോ? അതല്ല പാർലമെന്ററി കമ്മിറ്റികൾക്ക് പരിഗണനയ്ക്ക് അയക്കുമോ എന്ന് നാളെ അറിയാം. അത് വോട്ടെടുപ്പിലേക്ക് നീങ്ങി അത്ഭുതപ്പെടാനില്ല എന്നും ചില സൂചനകളുണ്ട്. അതല്ല JPC എന്നൊരു നിർദ്ദേശം കേന്ദ്ര സർക്കാർ അതിൽ വഴങ്ങിയേക്കും എന്നും കേൾക്കുന്നു. എന്തായാലും നാളെ അക്കാര്യത്തിൽ ഒരു വ്യക്തത വരും. ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.